നോക്കൂ, സംഘപരിവാർ സൈദ്ധാന്തികൻ ടി ജി മോഹൻദാസ് അകത്തായിരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് വിജയന്റെ പോലീസല്ല, ആർസിയുടെ പോലീസാണ്. ഇവിടെ ഒരു സർക്കാരുണ്ട് സാർ എന്ന മട്ടിലാണ് ഇന്നലെ തൊട്ട് സൈബർ തള്ള ഒരു മയത്തിലൊക്കെ വേണം. ആ കുട്ടികളെ വെടിവെച്ച് കൊന്നേനെ, ശവങ്ങൾ വാരി മാറ്റിയേനെ എന്ന അക്രമവർത്താനം മാത്രമായിരുന്നു സംഘബുദ്ധിജീവി തുപ്പിയ വൃത്തികേട്. അവിടെ കൂടിയ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന മട്ടിൽ വൈകൃതവും ഹിംസയും കൂട്ടിക്കുഴച്ച് ഫോർത്തറേറ്റ് നാറുന്ന വാക്കുവാരിയെറിഞ്ഞ് ആ രാത്രി അയാൾ കിടക്കുന്ന തടവറത്തറയിലാണ്. പറഞ്ഞ വൃത്തികേടുകളുടെ ആവർത്തന ന്യായീകരണത്തിന്റെ 10ാം നാളും പിത്തം പിടിച്ച സിസ്റ്റം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആയെങ്കിയാണ് എന്ന മട്ടിൽ അടിമുടി റാങ്ക് ആൻഡ് ഫയൽ ഒരു പോലീസ് സംവിധാനം ഒന്നാകെ ഒരു പയ്യന്റെ പിന്നാലെ കാലുവെന്ത് പ്രാന്ത് പിടിച്ചോടിയപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് കെട്ടും കിടുതാപ്പോഴത്ത് അങ്ങോട്ടേക്ക് താല്പര്യമില്ലാത്തൊരു പോക്ക്. ഞെക്കി ഞെരുങ്ങി മുക്കി മൂലയാണ് അറസ്റ്റ് എന്നതിന് രാഖി രാമാനും കിട്ടിയ ജാമ്യം സാക്ഷ്യം. ഇവിടെ ഒരു സർക്കാരുണ്ട്, അതിനൊരു രാഷ്ട്രീയ നയമുണ്ടെന്ന് പുല്ലുവില കൊടുക്കാതെ ഒരു ബ്യൂറോക്രാറ്റിക് തലവനിറക്കിയ വന്ദേമാതൃത്വം മാത്രമല്ല, സർക്കാർ വാഴ്ത്തുമല്ല, ഓന്തുപോലും നാണിക്കുന്ന മട്ടിൽ PMCയിൽ കണ്ട മറിച്ചടി. വീട് വെക്കുമ്പോൾ ഒരു ചക്കാത്ത ചാപ്പയ്ക്ക് എന്താ കുഴപ്പമെന്ന ചോദ്യം ഞങ്ങളില്ലേ ഏറ്റുമുട്ടാൻ എന്ന അരാഷ്ട്രീയ ആംബിയറെല്ലാം എമ്പാടും കണ്ടതാണ് പോയ മാസങ്ങൾ. സംഘത്തോട് സാഷ്ടാംഗ വിധേയത്വം എന്ന് പ്രതിപക്ഷം ആരോപണം ചുമ്മാതാണോ? ഇനി ആ സവർക്കറെ ചാരി ദേശസ്നേഹം പഠിപ്പിക്കാൻ പിന്നെയും ഇറങ്ങലാണ് ഒരു സംഘം. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപാരമായ ഔദാര്യത്താൽ ദയാവായ്പിനാൽ വിട്ടയച്ചാൽ ആ സാമ്രാജ്യത്വ വ്യവസ്ഥയോട് പരിപൂർണ വിധേയത്വം പ്രഖ്യാപിക്കാമേ. ഈ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ, ആ ബ്രിട്ടീഷ് രക്ഷിതാവിന്റെ വാതായനങ്ങളല്ലാതെ എങ്ങോട്ട് പോവാനാണ്? കാരുണ്യ സാമ്രാജ്യമേ കൈവിടല്ലേ എന്നൊക്കെയാണ് ദാസ്യം മണക്കുന്ന അപ്പോളജി. 1 9 ഈ രാജ്യത്തിന് വേണ്ടി ഇൻകുലാബിന്റെ മുദ്രാവാക്യത്തിൽ യാചിക്കാതെ കഴിവരം കയറിയ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, അഷ്ഫാഖുള്ള ഖാൻ നായകന്മാരുടെ ഗ്ലോറിയസ് ഹീറോയിക് വീരസ്മരണകൾക്കിടയിൽ ഈ മാപ്പഴത്തിന്റെ പൈതൃകം തള്ളുന്നവർക്ക് ലജ്ജ വേണം, ലജ്ജ. ആ ലെഗസിയും വെച്ച് ഈ മഹാരാജ്യത്തെ പേട്രിയോട്ടിസം പഠിപ്പിക്കുന്ന